ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബനാന റൈസ് ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയായ റൈസ് ബോൾ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് തിളപ്പിച്ച വെള്ളം കേട്ടോ. ഉപ്പ് ചേർക്കണേ. എന്നിട്ട് ഇതുപോലെ ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മളൊരു പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് നല്ല ചൂടാണ്, അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്നുകൂടെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് ചൂടാറുമ്പോൾ ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് നന്നായി കുഴച്ച് കൊടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി വെക്കലാണ്. നമ്മൾ റൈസ് ബോൾസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുകൊണ്ട് ബോൾ പോലെ ആക്കിയിട്ട് വെക്കുക കേട്ടോ. കുട്ടികളെയൊക്കെ ഞാൻ എൻ്റെ മോളെയൊക്കെ വിളിച്ചിട്ടാണ്. ഇങ്ങനെ കുറച്ച് പണിയാണിത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ ബനാന റൈസ് ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആവി കയറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ബോൾസൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം വേണ്ട കേട്ടോ. 8 to 10 മിനിറ്റ്സിനുള്ളിലൊക്കെ ഇത് വേഗം വെന്ത് കിട്ടും. അങ്ങനെ നമ്മളുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡയറക്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കണവർക്ക് അങ്ങനെ കഴിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണമെന്നില്ല. അതല്ല, ഇനി ക്രീമി സ്ട്രക്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു അരമുറി തേങ്ങയിൽ നിന്ന് എടുത്ത 2 പാൽ 2 കപ്പ് ഒഴിച്ചിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഏലക്കാ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ റൈസ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുവിധം തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആദ്യത്തെ 1 പാലിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇതൊരു ക്രീമി സ്ട്രക്ചർ വരുന്നവരെ നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയും കട്ട പോലെ ആവണ്ട. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ക്രീമി ബോൾസ് ഇങ്ങനെ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്രീമി സ്ട്രക്ചറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ ബനാന റൈസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കഴിക്കാവുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ആയാലും കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ദിവസം സ്പെഷ്യലായിട്ട് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് നമ്മുടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുകയാണ്. ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.